അത്ഭുതങ്ങൾ എവിടെയെന്നൊക്കെ നിന്നോട് ആൾക്കാർ വിമർശിച്ച് ചോദിച്ചാൽ മിണ്ടാതിരുന്നോണം. അവൻ അത്ഭുതം കാണത്തില്ല, പക്ഷെ നീ അത്ഭുതം കാണും. നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് അത്ഭുതമാ. മത്തായി എഴുതിയ സുവിശേഷം എടുക്കാം, 9-ാം അധ്യായം എടുക്കാം. 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വളരെ പരിചിതമായ വാക്യങ്ങളാണ്. അതിനകത്തുനിന്ന് ദൈവത്തിന് നിങ്ങളോട് ഭയങ്കരമായിട്ട് സംസാരിക്കാനുണ്ട്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിച്ച് കേൾക്കാം. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ ദാവീദ് പുത്ര ഞങ്ങളുടെ കണ്ണ് തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്ന് യേശു ചോദിച്ചതിന് ഉവ്വ് കർത്താവേ എന്നവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണ് തൊട്ടു. യേശു അവരുടെ കണ്ണ് തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. മതി. യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണമാണ് മത്തായി 5-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ. 5, 6, 7, 3 അധ്യായങ്ങൾ, 111 വാക്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണമാണ്. സ്തോത്രം. ദൈവത്തെ, യേശുവിനെ അറിയാത്തവർ പോലും ഈ ഗിരിപ്രഭാഷണത്തിലെ വാക്കുകളാണ്, സ്തോത്രം, ഓരോ സ്ഥലത്തും എടുത്ത് ഉദ്ധരിക്കുന്നത്. നിയമസഭയിൽ പറയുന്ന വാക്കുകൾക്കകത്ത് പോലും ഈ ഗിരിപ്രഭാഷണത്തിലെ വാക്കുകളാണ് എടുത്ത് പറയുന്നത്. സ്തോത്രം. അപ്പം യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം മലമുകളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ താഴെ നിന്ന്, സ്തോത്രം, ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ ഇത് കേട്ടുകൊണ്ടിരിക്കുക. ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു, കർത്താവേ എന്നെ ഒന്ന് ശുദ്ധമാക്കാവോ? സ്തോത്രം. യേശു അവനെ കൈ നീട്ടി തൊട്ടു. ഉടനെ അവൻ എന്തു ചെയ്തു? ശുദ്ധനായി. ന്യായപ്രമാണം കുഷ്ഠരോഗിയെ തൊട്ടാൽ അശുദ്ധനാകുമെന്ന. ഇവിടെ വിശുദ്ധൻ അശുദ്ധനെ തൊട്ടപ്പം അശുദ്ധനൂടെ വിശുദ്ധനായി മാറി. മലമുകളിൽ യേശു ഇറങ്ങി വന്ന് ഒന്ന് തൊട്ടു. പിന്നെ അധ്യായം ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. 9-ാം അധ്യായത്തിൽ വരുമ്പം ഈ 9-ാം അധ്യായം അത്ഭുതങ്ങളുടെ അധ്യായ. 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു പടക് കയറി ഇക്കരെ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. യേശു എവിടെ എത്തി? സ്വന്തം പട്ടണത്തിലെത്തി. ഉടനെ അവിടെ, സ്തോത്രം, യേശു ഒരു വീട്ടിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം പക്ഷപാതം പിടിച്ച ഒരാളെ എടുത്തുകൊണ്ട് വന്നു. സ്തോത്രം. അവനെ കട്ടിലോടെ ഇറക്കി മുമ്പിലോട്ട് വെച്ചു. യേശു അവനോട് പറയാം, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് താഴെ എഴുതി, ഭൂമിയിൽ പാപങ്ങൾ മോചിപ്പാൻ ദൈവപുത്രന് അധികാരമുണ്ടെന്നറിയേണ്ടതിന് അവനോട് കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞു. ഇതെല്ലാം ജനം കണ്ടുകൊണ്ട് നിൽക്കുക. സ്തോത്രം. പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞപ്പം പരീശന്മാരെല്ലാം കൂടെ ഒരു ചോദ്യം ചോദിച്ചു. സ്തോത്രം. ചോദ്യം 11-ാം വാക്യം. പരീശന്മാർ അവനെ കണ്ടു. അവൻ ദൈവത്തിന് സ്തോത്രം. ഒന്ന് വായിച്ചേ 11-ാം വാക്യം. പരീശന്മാർ അത് കണ്ട് അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നു. ഇവർക്ക് യേശുവിനെ പിടികിട്ടുന്നില്ല. യേശു ഈ പാപത്തിന്റെ മൊന ഓടിക്കാനാ വന്നത്. അപ്പം ഈ പരീശന്മാർ ചോദിച്ചു, നിങ്ങളുടെ ഗുരു നിങ്ങളുടെ പാപികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പറഞ്ഞ കർത്താവ് പറയുക അടുത്ത വാക്യത്തിലുണ്ട്, യേശു അത് കേട്ടാറേ ദീനക്കാർക്കല്ലാതെ, യേശു എടാ ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. എടാ നമുക്കൊരു അസുഖം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ പേര് നീ തപ്പുവോ? അസുഖം വന്നാലോ ഏതൊക്കെ ഡോക്ടറെ പേര് തപ്പണോ ആ പേര് മുഴുവൻ ഗൂഗിളിൽ കയറിയിരുന്ന് തപ്പും. അപ്പൊ കർത്താവ് പഠിപ്പിക്കുക. സ്തോത്രം. പാപികളുടെ ഞാൻ പോകാൻ കാര്യം എന്നാ? സ്തോത്രം. ദീനക്കാർക്ക് മാത്രമേ വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളൂ. ഇത് 14-ാമത്തെ വാക്യത്തിൽ വന്നപ്പം സ്തോത്രം, പരീശന്മാർ മാത്രമല്ല ചോദ്യം. അടുത്തോടെ കേട്ടു, യോഹന്നാന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ. അപ്പൊ യോഹന്നാന്റെ ശിഷ്യന്മാർ അങ്ങനെ ഈ വിമർശിക്കാൻ ഒരാൾ എഴുന്നേറ്റ അവരോട് അങ്ങ് ചേരും ആൾക്കാർ. യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, അതാണ്ട് ഞങ്ങളെല്ലാം ഉപവസിച്ചുകൊണ്ടിരിക്കുക, നീ ദൈവത്തിന് സ്തോത്രം, നിന്റെ ശിഷ്യന്മാർ വേണ്ട ഉപവാസമൊന്നും ഇരിക്കുന്നില്ല. ഉടനെ കർത്താവ് കൊടുത്ത മറുപടിയുടെ വായിച്ചേ. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. മണവാളൻ കൂടെ ഉള്ളപ്പം തോഴ്മക്കാർ പറയുന്ന എല്ലാ ചോദ്യത്തിനോട് മറുപടി കൊടുക്കുക. എന്നിട്ട് താഴോട്ട് വായിക്കുക. അവൻ 17-ാം വാക്യം, പുതുവീഞ്ഞ് പഴയ തുരുത്തിൽ പകരുമാറില്ല, പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും. മതി. ഇതെല്ലാം കർത്താവ് പഠിപ്പിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പള്ളിപ്രമാണി വന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് അത്യാസന്ന നിലയിലാന്ന് പറഞ്ഞു. അവൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു രക്തസ്രാവക്കാരി വിശ്വാസത്തെ കയറിത്തൊട്ട് സൗഖ്യം. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ അധ്യായം അങ്ങോട്ട് അവസാനിക്കാൻ പോകുന്ന സമയത്ത്, സ്തോത്രം, അതാ നമ്മൾ വായിച്ചത്,
2 കുരുടന്മാർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരിക്കലും ജീവിതത്തിൻ്റെ അന്ധത മാറാത്തവർ. സ്തോത്രം. അവര് ദൈവത്തോട് കരുണയ്ക്കായിട്ട് നിലവിളിക്കുക. ആ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കണം. 27-ാമത്തെ യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പൊ ഇവര്, സ്തോത്രം, നാട്ടിൽ കേൾക്കുന്ന വാർത്ത മുഴുവൻ യേശു ഭയങ്കര കാര്യങ്ങൾ ചെയ്യുമെന്ന. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, ആരെല്ലാം നിന്നെ തെറ്റായി പഠിപ്പിച്ചാലും ഒട്ടും വിടരുത്. യേശു ഇന്നും ഭയങ്കര കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ഒരാമയും വരുന്നില്ല. അത്ഭുതങ്ങൾ എവിടെ നിന്നൊക്കെ നിന്നോട് ആൾക്കാർ വിമർശിച്ച് ചോദിച്ചാൽ മിണ്ടാതിരുന്നോണം. അവൻ അത്ഭുതം കാണത്തില്ല, പക്ഷെ നീ അത്ഭുതം കാണും. വിശ്വാസം കൊണ്ട് ഒരു സ്തോത്രം ചെയ്യുക. ഞാൻ ദൂതിലോട്ട് വരാൻ അടുത്തിരിക്കുന്നത് കൈ കൊടുത്ത് പറ, നമ്മളൊരു അത്ഭുതം കാണാൻ പോവാന്ന് പറ. നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നത് അത്ഭുതമാ. ഇന്നിവിടെ ആരാധനയ്ക്ക് വന്നതൊരു മഹാത്ഭുതമാ. എത്ര പേര് അതിന് ആമീൻ പറയാൻ തയ്യാറാ? നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാൻ ഈ ഭാഗത്തോട്ട് വരാൻ പോവാം. അപ്പൊ 2 കുരുടന്മാര്, ഇവര്, സ്തോത്രം, ഇവരുടെ ജീവിതത്തിൻ്റെ അന്ധത. ഈ നമ്മുടെ കണ്ണിനൊരു കുഴപ്പം വന്ന സത്യത്തിൽ പിന്നെ നമ്മളെ എന്തോന്ന് കൊള്ളാം പറ. കണ്ണിൻ്റെ കാഴ്ച പോയാൽ ഭയങ്കര അപകടമാണ്. പൈസയുണ്ടേ നമുക്ക് ചികിത്സിക്കാം, പക്ഷേ സൗഖ്യം ദൈവത്തിൻ്റെ ദാനമാണ്.